ഇനി മക്രോണി കഴിക്കാൻ റെസ്റ്റോറൻറ്റിലൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. വീട്ടിൽ തന്നെ നല്ല അമേസിങ് ടേസ്റ്റ് ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള മക്രോണി ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഈ മക്രോണി എങ്ങനെയാ ഉണ്ടാക്കുന്നത് എളുപ്പത്തിലൊന്ന് കണ്ടു നോക്കാം. അതിനായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം ഒന്ന് തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാം. വെള്ളം ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 2 കപ്പ് മക്രോണി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള മക്രോണി വേണമെങ്കിലും എടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് ഒക്കെ വേണം കേട്ടോ ഇതൊന്ന് വെന്ത് കിട്ടാൻ. എന്നാൽ ഓവറായിട്ട് വേവിക്കുകയും വേണ്ട. ഈ പരുവം വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിലെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കളഞ്ഞ് ഇതങ്ങോട്ടൊന്ന് മാറ്റിയെടുത്ത് വെക്കാട്ടോ. ഇനി നമുക്ക് തക്കാളി ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഒരു 2 തക്കാളി ഇതുപോലെ ഒന്ന് വെട്ടിട്ട് കൊടുത്ത് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ആ വെള്ളത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാട്ടോ. ഇപ്പൊ ദാണ്ട് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് അതിന്റെ തൊലിയൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ഇനി ഈ തക്കാളി അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇത് ഒരു പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. ഇതിപ്പം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് ഒരു 2 പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ അങ്ങ് അരച്ചെടുക്കുക കേട്ടോ, നല്ല പേസ്റ്റ് ആയിട്ട്. ഇനി അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു വലിയ പീസ് ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. ആ ഫ്ലെയിം ഒക്കെ ഒന്ന് അത്യാവശ്യം കുറച്ച് വെച്ചിട്ട് വേണം ഈ ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുക്കാൻ. ബട്ടറൊക്കെ ഇപ്പം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ മൈദ കൈയെടുക്കാതെ തന്നെ നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ ബട്ടറിൽ കിടന്ന് ഈ മൈദ നന്നായിട്ടങ്ങ് മൂത്ത് വരണം. കട്ടകളൊന്നുമില്ലാതെ ഇതുപോലെ അങ്ങ് വഴറ്റിയെടുക്കണം. ഈ പരുവാകുമ്പോഴേക്കും ഇതിലേക്ക് 1 കപ്പ് പാലൊഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ പാല് കൂടെ ചേർത്ത് വീണ്ടും കൈയെടുക്കാതെ തന്നെ അങ്ങ് മിക്സാക്കി കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കുറുകി കിട്ടും. അതുകൊണ്ട് ഒരു 1/2 കപ്പും കൂടെ ചേർത്തുന്നേ ഉള്ളൂ. വീണ്ടും നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുക. കൈയെടുക്കാതെ തന്നെ മിക്സ് ആക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് വീണ്ടും നന്നായി അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ പരുവൊക്കെ ആകുമ്പോൾ 2 ചീസ് സ്ലൈസ് ആട്ടോ വെച്ചു കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് വീണ്ടും നന്നായി അങ്ങ് മിക്സ് ആക്കി കൊടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായി ഒന്ന് മിക്സായി നല്ല കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതങ്ങ് മാറ്റി വെക്കാം കേട്ടോ. ഇനി വീണ്ടും മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വീണ്ടും 1 പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. അതും നന്നായി അങ്ങ് മെൽറ്റാക്കി എടുക്കണം കേട്ടോ. അത് മെൽറ്റായി വരുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ മൂത്ത് വരും കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ക്യാരറ്റ് പൊടിയായി അരിഞ്ഞതും 1 ക്യാപ്സിക്കം പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് അങ്ങ് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതിയാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് വല്ലതും ആഡ് ചെയ്യണമെങ്കിൽ അതും ചേർക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും കേട്ടോ ഈ റെസിപ്പി. പിന്നെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടെ തന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കണേ. അടുത്ത് കാണുന്ന ആ ബെൽ ബട്ടനും മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. ഇതിപ്പം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണൊക്കെ ഒറിഗാനോ സീസണിങ്ങും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഓപ്ഷണലാട്ടോ. ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി.
ഇല്ലെങ്കിലും വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുന്നു എന്ന് മാത്രം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഒരു മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ച തക്കാളിയുടെ മിക്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുക്കാം. കുറച്ച് അധികം സ്റ്റെപ്പൊക്കെ ഉണ്ടെങ്കിലും എല്ലാം എളുപ്പം കഴിയുന്ന സ്റ്റെപ്പുകളാട്ടോ ഇതിൻ്റെ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച വൈറ്റ് സോസും കൂടെ ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പൊ തന്നെ ഏതാണ്ട് ഇത് കാണുമ്പോഴേ നല്ല ക്രീമി ആയിട്ടുണ്ട്. നല്ല വായിലൊക്കെ വെള്ളം വരുന്ന ഒരു ഐറ്റം തന്നെ കേട്ടോ. ഇത് കാണുമ്പോഴേ കഴിക്കാൻ തോന്നുന്ന ഒരു പാസ്ത റെസിപ്പി ആട്ടോ. ഇത് നന്നായി അങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച മക്രോണി കൂടെ ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് വീണ്ടും നന്നായിട്ടങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ നിങ്ങൾ ഒരു വട്ടം ട്രൈ ചെയ്താൽ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും കേട്ടോ. ഉറപ്പാണ്. അത്രയ്ക്കും അമേസിങ് ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്. ഞാൻ വെറുതെ പറയുന്നതല്ല, ശരിക്കും അമേസിങ് ടേസ്റ്റ് ആണ്. ട്രൈ ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ക്രീമി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.